ഹലോ ഗായ്സ്, ഐ ഹിയർ ദി ഹേ ഗെയിമോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഞാൻ അങ്ങനെ നോക്കുകയാണ് വേറൊരു ഗെയിം. അപ്പോൾ ഞാൻ ഈ മൈ റെസ്റ്റോറൻറ്റ് ആപ്പ് എന്നൊന്ന് എടുത്തു വെച്ചാണ്. ഞാൻ കളിയൊന്നും നോക്കിയില്ല. നല്ല കളി ഏതാ അങ്ങനെ നോക്കുകയാണ്. ഇപ്പോൾ ഇന്ന് കളിക്കാൻ പറ്റിയ കളി ഇപ്പോൾ ഏതാ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ കണ്ടത് മൈ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞാനതങ്ങ് എടുത്തിട്ടുണ്ട്. അന്നേരം അല്ലേ വേണ്ട ഗൈസ്, ഇത് രസം ഉണ്ടാവില്ല എന്ന് എൻ്റെ മനസ്സിങ്ങനെ പറയണേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, അപ്പോൾ നമ്മളതുകൊണ്ട് എടുത്തു ഗ്യാസ് മൈ ഫുട്ബോൾ കൺട്രി. ഞാൻ ഇപ്പം നേരെ കണ്ടപ്പോഴാട്ടോ രസം ഉണ്ടാവുമെന്ന് തോന്നിയത്. പക്ഷെ ഗസ് ചെയ്യാൻ വേറൊരാളും കൂടെ വേണം. അപ്പോൾ അതും വേണ്ട. ഫൈൻഡ് ആൻഡ് മാർക്ക് ക്യാൻ യു ഗസ്. ഇത് ഒറ്റക്കുള്ള കളിയാണ്. അപ്പോൾ നമുക്കിത് കളിക്കാം. അപ്പോൾ എന്തായാലും വീട്ടിലോട്ടാണ് പിന്നെ ഇത് രണ്ടാളാണ്. ചെറിയ ഡൗട്ടുണ്ട്. രണ്ടാളാണെങ്കിൽ നമ്മൾ സ്ട്രേഞ്ചേഴ്സിൻ്റെ ഒപ്പം ഇരുന്ന് കളിക്കും. അല്ലാതെ വേറെ വയ്യൊന്നും ഇല്ലല്ലോ. നമ്മൾ ഫ്ലിക്ക് കളിച്ചതിനുള്ള സ്ട്രേഞ്ചേഴ്സിൻ്റെ ഒപ്പം അതേമാതിരി തന്നെ നമ്മൾ കളിക്കേണ്ടി വരും. ഗൈസ്, ഇത് രണ്ടാൾക്കാർ തമ്മിൽ കളിക്കേണ്ട കളിയാണ്. ഇവിടെ ഇരുന്നോ നമുക്ക് കളിയൊന്നും അറിയില്ല കേട്ടോ. അവളൊരു നമ്പർ പിക്ക് ചെയ്യണം. ആ നമ്പർ നമ്മൾ കണ്ടെത്തണം. എത്ര ടൈം ഉണ്ടാവും? ഫൈൻഡ് നമ്പർ, ഹിൻഡ്, ഫ്രീസ് ഓപ്പോണൻറ്റ്, ഓൾ. എടാ ഞാനിപ്പോൾ എല്ലാത്തും തൊട്ടുകൊണ്ട് പോയിട്ടാ. അതിൻ്റെ ഉള്ളിൽ ഓള് ഫുള്ളാക്കിയാൽ ഓള് ജയിക്കുന്നു. 78 ഓളെ നമ്പർ കിട്ടിയിട്ടുണ്ട്. ഓൾ 5022 പിക്ക് നമ്പർ 88. ഞാൻ മൊത്തം ഇടാൻ പോവാണ്. ഈ എക്സ് വേണം. എന്താ അർത്ഥം? എൻ്റെ ഇതിപ്പോൾ ഇത് എക്സ് ആവും കണ്ടോ? അല്ല, ഇത് എക്സ് അല്ല, ഇത് എക്സ് ആവും കണ്ടോ? യെസ്, സംഭവം മനസ്സിലായി. ഇത് എക്സ് അല്ല, ഇത് എക്സ് ആണ്. അറിയില്ല ഏതൊക്കെ എക്സ് ആവും ഏതൊക്കെ എക്സ് ആവില്ലാന്ന്. കഴിഞ്ഞു. മാർക്ക് എക്സസ് എന്നാണ്. എല്ലാം ഒന്നുകൂടി തൊട്ടാൽ മതി. എന്ത് ഓളിപ്പോളെ നമ്പർ ഇട്ടില്ല. 88 ഓൾക്കറിയില്ലല്ലോ. എന്തോ കാണിക്കുന്നുണ്ട്. You win guys, we won. എങ്ങനെയുണ്ട് ഒരു സ്ട്രീക്ക്? നമ്മളൊരു കളി ജയിച്ചിട്ടുണ്ട്. ആണാണെങ്കിൽ ഒന്നുകൂടി കളിച്ച് ജയിക്കടി. അപ്പം ഇനി ഓളാണ് നമ്പർ എടുക്കണമെന്ന് തോന്നുന്നത്. നമ്മൾ വെറുതെ ഒരു നമ്പർ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെഡി സ്റ്റഡി ഗോ. അത് വേണം അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുക. നമ്മൾ നേരത്തെ ഐഡിയ തന്നെ. പെട്ടെന്നോട്ടെ. നമ്മളിങ്ങനെ വീണ്ടും ജയിച്ചു. ഇല്ല, ഓള് പേടിച്ച് പോയിക്കണേ. നമുക്ക് അടുത്ത ആൾ വേണം. അടുത്ത ആൾ ഇപ്പോൾ ആരാ? ഇത് നമ്മൾ കോസ്മോസിൻ്റെയും MK47 ഹീറോയിലൊക്കെ ഒപ്പം കളിക്കാം. ഗൈസ്, മമ്പോ ഞാനെടുക്കണ്ട്. 88 നമുക്ക് സേഫാണ്. റെഡി സ്റ്റഡി ഗോ. ഇത് കട്ടി കുറഞ്ഞ് ഗൈസ്, മഷീൻ്റെ കട്ടി കുറഞ്ഞ്. എന്ത് ആദ്യം നമ്മളെല്ലായിടത്തും ഇടുക കേട്ടോ. ട്രിക്കാണ്. കളിച്ചു നോക്കി ഫ്രണ്ട്സിൻ്റെ ഒപ്പം. ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഒന്നും കൂടി എല്ലായിടത്തും ഇങ്ങനെ തൊട്ടുകൊണ്ടേ നിൽക്കുക. അത് സ്പീഡ് കുറച്ച് കുറക്കാം, കൂട്ടണമെങ്കിൽ കൂടാം. അത് സാധാരണമായി ഉള്ള സ്പീഡിൽ കൊടുത്താൽ മതി. ഞാൻ സ്പീഡിൽ കൊടുക്കണം. ഗൈസ്, പിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു നമ്പർ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെഡി. ഗൈസ്, പിടിച്ചു. ഇത്രയേ ഉള്ളൂ. ഞാൻ അയച്ചു ജയിച്ചില്ലേ? ഇല്ല. ഇപ്പം ഞാൻ ഒരു നമ്പർ പിക്ക് ചെയ്യണം.
97 കണ്ടെത്തിട്ടാ. ഇതൊക്കെ എന്താ നമ്മളെല്ലായിടത്തും പോയി തൊടും. പിടിച്ചടാ 97 പിടിച്ച്. അയ്ബ് അടുത്തൊക്കെ എന്ത് വെറുതെ തൊട്ടുകൊണ്ടിരിക്കും. കിട്ടും വേണ്ട നമ്പർ 13. എടാ ജസ്റ്റ് വിസിഞ്ഞ് 3 കൂടി ഉള്ളൂ. 68. കളി തുടങ്ങി ഞാനും പോലും അറിഞ്ഞിട്ടില്ല. എടാ ടൈം എടുത്ത് എടാ പെട്ട് അവിടെ എല്ലാം പിടിച്ചടാ. അവിടെ എല്ലാം പിടിച്ചടാ. 49 എത്ര വട്ടം പിടിച്ചത്. ഇത് നല്ലൊരു പണിയുള്ള നമ്പറിനെ കിട്ടരുത് ഒരിക്കലും. ആമീൻ. ജയിച്ചു. വീണ്ടും നമ്മൾ ജയിച്ചിരിക്കുന്നു ഗായ്സ്. 2 കളി അടുപ്പിച്ച് ജയിക്കുന്നു. ഒരേ ഒരു അത് ഞാൻ തന്നെ. പൂക്കി മോളെ കളിച്ച് ജയിക്ക്. പിക്ക് നമ്പർ 4 പൂക്കി. പൂക്കിക്ക് ഞാനൊരു നടുവന്നിട്ടുള്ളൂ 41. നമ്മളെല്ലായിടത്തും നിറച്ചുകൊണ്ട് കേട്ടാ. അപ്പോൾ ഓൾക്കുള്ള പണി അവിടെ കിട്ടിയിരിക്കണേ. നമ്മൾ ആ പണി ഓൾ ചെയ്യട്ടെ. പെട്ടെന്നോട്ടെ വരികളൊക്കെ പോട്ടെ. ആദ്യം നമുക്ക് ബോക്സ് മൊത്തം ഫില്ലാക്കണം. അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഓ ഗൈസ് കറക്റ്റ് ടൈമിങ്ങിന് കേട്ടോ ഓൾ പിടിച്ച്. 66 ഗൈസ് കിട്ടി. ഇതൊക്കെ എന്ത് ന്യൂയോർക്ക്. നേരത്തെ നമ്മൾ 88 നമ്മളെ ഭാഗ്യം നിറയണേ. അപ്പോൾ നമ്മൾ 88 റെഡി സ്റ്റഡി ഗോ. പിടിച്ചടാ 88. നമ്മൾ ഏതെടുത്താലും നമ്മൾ ജയിക്കും സുഖമായിട്ട്. ഗൈസ് 99 അത് നമ്മൾ പിടിച്ച്. ഞാൻ വിചാരിച്ചാണ് ഈ കളി 99 എടുക്കാന്ന്. അതിൻ്റെ അടുത്തുള്ള ഓൾ എടുക്കാൻ സാധ്യത 89. ഒരു സ്പീഡാക്കല്ലേ. അടാ പിടിച്ച് പിടി. അവിടെ ഞാൻ അങ്ങനെ തൊട്ടല്ല. ഞാൻ 97 തൊട്ട് പറയാതെ തൊട്ട് പോയതാണ്. ഈ റൈറ്റിലും കോർണറിൽ ആരും പിടിച്ചിട്ടില്ല. റൈറ്റ് മൊത്തമായിട്ട് പിടിച്ചിട്ടില്ല. 73 എടുത്താൽ പിടിക്കില്ല. ജയിച്ചു ഗൈസ്. 3 കളി അടുപ്പിച്ചിരിക്കും. ഇതൊക്കെ എന്താടാ കളിക്കാനറിയില്ലെങ്കിൽ പറഞ്ഞിട്ട് വാടാ. 3 കളി അടുപ്പിച്ചാണ് വിജയം. ഒരു കളി ജയിച്ചിട്ട് വരും കേട്ടാ. ലാസ്റ്റ് ആയിട്ട് കളിച്ച കളി ഫൈൻ്റെ 75 പിടിച്ചു. അപ്പോൾ ഓൻക്കും ഇങ്ങനെ ഉണ്ടാവുമോ? അത് വേണ്ട ഓർക്ക് ഇങ്ങനെ വേണ്ട. 88 ഓടുവാണ്. എനിക്കെന്നെ കാണില്ല. ഞാൻ 88 പോട്ടാ. എല്ലാ പ്രാവശ്യം 88 ആളുടെ. ഇപ്രാവശ്യം അത് ഇല്ല എന്നാണ് തോന്നുന്നത്. 89 ഒരന് 14 ഫൈൻ്റെ 29 ആണ്. അത് പറഞ്ഞൂടെ. ഇതാ 29 അങ്ങനത്തെ ഒക്കെ. നമ്മൾ ഓടട്ടെ പെട്ടെന്ന്. ഷിറ്റ്. എത്ര ഫൈൻ്റെ 92 ഇതിലുണ്ട്. പടച്ചോന്നെ അറിയാ. 99 60 94 92 ഇതാ. ഒന്നൊക്കെ നോട്ട പൈസ ഉണ്ടാവും എൻ്റെ മുഖത്തിൽ. ഒരു 38 കൊടുക്കാം. റെഡി സ്റ്റഡിക്കോ. ഇതും കൂടി ഒന്ന് ഫുള്ളാക്കട്ടെ. അത് റെഡി. എൻ്റെ ന്യൂ ടെക്നിക്കാട്ടത് അവർക്ക് പെട്ടെന്ന് കിട്ടും. അടാ ജസ്റ്റ് മിസ്. ഏതാ കണ്ടെത്തേണ്ടത്? 33. അതെ ഞാൻ കണ്ടു. ബിസ്മില്ലാ. ഇതുവരായിട്ട് കിട്ടാത്തൊരു നമ്മളെ നമുക്ക് ഇതുവരായിട്ട് ഇനി കിട്ടാനേ പാടില്ല. ആമീൻ.
പിടിച്ച് ഏതാ 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 58 ഇല്ല. ഒരു കാര്യം പറയാം, 58 ഞാൻ ഇതിൽ കണ്ടുകിണ് ഇപ്പോൾ കണ്ടുകിണ്. പോടാപ്പ അവിടുന്ന്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞിട്ട് വരുന്നത് തന്നെയാണ്. നിനക്കുള്ള പണി ഒന്ന് തന്നെ ആയിക്കോട്ടെ. അവൻ ചിലപ്പോൾ ഈ നോട്ടം വെച്ചിട്ടുണ്ടാവും. അത്രക്ക് സുഖമാണ്. ഇനി 2 ഇതുകൂടി ഫിനിഷ് ആക്കി നമ്മൾ ജയിക്കൂട്ടോ. എത്രയാണ്? 5 6 7 ഞാൻ കണ്ടുപിടിച്ച അതുകൊണ്ട് അത് തപ്പിക്കൊടുക്കുക. ചെക്കന് നല്ല ബുദ്ധി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഓക്കെ ഏതാ കൊടുക്കുകയെന്ന് ആലോചിച്ചിട്ട് വരിക. 78 പോട്ടെ. ഇനി ഒരു ഇതും കൂടി ഉള്ളൂ കേട്ടോ. ജസ്റ്റ് മിസ്സാ, കുറച്ചും കൂടി ഉള്ളൂ. ഓക്കെ ഏതാ തരിക? നല്ലതാടാ. 89 ഇവിടെ വിടുവാണ്. ഞാൻ 88 തപ്പുമ്പോൾ കണ്ടിയോ? 86 89 ഇവിടെ വിടുവാണ്. അല്ലേ 89 കിട്ടി. ഗൈസ് ഇത് ജയിക്കും ജയിച്ചു ഗൈസ്. 4 കളി അടുപ്പിച്ച് ജയിച്ചു. സംഭവം രസമുണ്ട്. നമ്മളാണിപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും ഇവനായിട്ട് വേണ്ട. ഇവനെ അപ്പോൾ നമുക്ക് സുഖമാണ്. പൂക്കിനായിട്ടും വേണ്ട. പൂക്കിയൊക്കെ പേടിച്ച് ഓടും. എല്ലാത്തിനും തീർത്തിട്ട് വരുവാടാ ഞാൻ. ഇവിടെ തന്നെ ഇരിക്ക്. ഇത് കഴിഞ്ഞ കളി തോറ്റാ. ഈ കളി ജയിച്ചോ? 4 കളി അടുപ്പിച്ചാണ് നമ്മൾ ഇതിൽ. ഈ റിവാർഡ്സ് എവിടുന്ന ക്ലൈം ചെയ്യാ? ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലേ. ഈ പൈസക്ക് എന്തെങ്കിലും ഉപകാരം. ഇൻട്രാക്ട് സ്പിൻ 1 1000 ഉറുപ്പ്യ അങ്ങോട്ട് ഇട്ടാ. 300 ഉറുപ്പ്യ ആർക്ക് വേണം? ഉണ്ടെന്ന്. Your next spin, use your spins. 300 കാശ്. അപ്പോൾ അത് പോയി. ഈ പൈസക്ക് എന്തെങ്കിലും വാങ്ങാമോ ഗോൾഡ് കോയിന്? അവിടെ ഇന്ന വിന്നറാക്കി കൂടെ. ഞാനല്ല നല്ലത്. ഇൻട്രാക്ട് ഈ കസാലൊക്കെ ഒന്നും ഉപയോഗമില്ല. ആരെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കണമെങ്കിൽ ഞാൻ വരും കൂടെ ഇരിക്കാം. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഈസിയാണ്. 4 കളി അടുപ്പിച്ച് ജയിക്കാറാണല്ലേ ബാക്കി. എണീക്ക് ചാടറാ. എന്തോ ആരും ഒറ്റയ്ക്ക് ഇരിക്കാത്തത്. അവിടെ എന്തോ ഓബി ഉണ്ടല്ലേ. പിന്നെ ലെജൻഡറി റെയിൻബോ ചെയർ ആൻഡ് 1000 അടുത്ത് എൻ്റെ. ഒരു മിനിറ്റ് ചാടിക്കല്ലോ. ലാഗ് ഉണ്ടല്ലോ. 7 സ്റ്റഡ് 8 സ്റ്റഡ്. ഈ സ്റ്റഡ് എന്താ അത്രക്കും നീളമുണ്ട് എന്നാ? ഇന്നൊന്തിട്ടതോടോ. ഒരു മിനിറ്റാ ഗൈസ്, നമുക്ക് ഇതൊന്നും എടുക്കാം. ഇതെടുത്തിട്ടേ കാര്യമുള്ളൂ. ലാഗ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ലാഗ് തുടങ്ങുന്നുണ്ട്. അതിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടോ? ഒറ്റയ്ക്ക് ആരും ഇല്ലാണ്ടെങ്കിൽ ഈ പൂക്കിനായിട്ടൊക്കെ നമ്മൾ കളിച്ച് ജയിച്ചാണ്. അപ്പോൾ നമുക്ക് ആ ഓബിയാണ് ചെയ്തേക്കാം. ഓബിയിൽ വേണ്ട നമ്മൾ സീനാണ്. 6 സ്റ്റഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ 10 സ്റ്റഡിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഒരാളെ തള്ളി ഇട്ടതാണ്. 11 സ്റ്റഡ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ട് 12 ഗെയിം പ്ലേ പോസ്റ്റ്. ഇപ്പോൾ കാണിക്കും ലീവ് റീകണക്റ്റ്. അപ്പോൾ നമ്മൾ ലീവ് വെക്കും. എന്നിട്ട് ഫസ്റ്റിങ് കഴിഞ്ഞ് വരിക. അതിനും വേണ്ടി നിൽക്കുകയാണ് ഇവർ. റിവാർഡ്സ് എവിടെ ക്ലെയിം ചെയ്യാനേ? വാ ഇവനായിട്ട് നമ്മൾ കളിച്ച് ജയിച്ചതാണല്ലോ. നമുക്ക് ഇവിടാണ്ട് ഇരിക്കാം. അവിടെ നിന്നാണ് ഞാൻ എല്ലാ കളിയും കളിച്ചത്. ഓഗസ് മഹോബിയ ഏഞ്ചൽ ഇരിക്കുക. ഏഞ്ചലേ ഇവള് പറന്ന് കളിക്കണേ ഏഞ്ചലിൻ്റെ മാതിരി. ഗൈസ് നമ്മൾ ഏഞ്ചലിൻ്റെ ഒപ്പമാണ് കളിക്കണേ. നമ്മൾ ആദ്യമായിട്ട് എടുക്കാൻ പോണ നമ്പർ ഈസ് 88. ന്യൂ ടെക്നിക്കാട്ടോ. കോളേജിൽ എങ്ങനെ കാണിക്കാൻ കയറില്ല. കുഴപ്പമില്ല, നമ്മളെങ്ങനെയാലും ജയിക്കും. കാരണം എന്താ വെച്ചാൽ 4 കളി അടുപ്പിച്ച് ജയിച്ച് വരണേ എനിക്ക്. അവിടെ ഇതാണ് എന്നാ തപ്പണം. ഓൾ ഇതുവരെയായിട്ട് ഒന്നും പോലും ഇട്ടിട്ടില്ല. ഇറ്റ്സ് ചാൻസ് 30 വിടറോ പൊട്ടതി. ഓൾക്ക് ബുദ്ധിയില്ല. ഞാനേ 82 ഇടാം. കളിക്കുമ്പോൾ കണ്ടോളൂ. നമുക്കെന്തായാലും അപ്പോൾ ഇതും ജയിച്ചേക്കാന്ന്. ഈസി പീസി വിൻ ബ്രോ. ഞാൻ ഉള്ളെടുക്കാൻ പോണേ.
ആദ്യം ഓളിട്ടുണ്ടോ എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, കഴിഞ്ഞ കളി ഓളിട്ടിടില്ല. അതുകൊണ്ട് മനസ്സിലാ. അതിന് ഏതൊരു ഇടണ്ടേ നമ്പർ പിക്ക് ചെയ്തിട്ടില്ല. നമ്പർ വേറെ ആരെ പിക്ക് ചെയ്താൽ 33 ഞാൻ ഇവിടെ കണ്ടീനു. 34 അല്ല, എവിടെയാണ് കണ്ടീൻ്റെ? ഓൾഡ് ചെറുതായിട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഇവിടെ. പോടാ പെരേ പോടാ. ഇതൊക്കെ എന്ത് ഞാൻ മുമ്പുള്ള 34 കണ്ടെത്തിക്കണേ. ആണ് കണ്ടെത്ത്. അവിടെ 5 കളി അടുപ്പിച്ചവിടെ ജയിച്ച്. ഇറ്റ്സ് മീ ജോൺ സീന എന്നൊക്കെ പറഞ്ഞാരി. ഞാൻ ഓളൊരു കളിക്കട്ടെ. സഹാൻ നമ്മ കളിച്ച ഞാൻ 5 കളി അടുപ്പിച്ച് ജയിച്ച് വരികയാണ്. ഇതൊക്കെ പുല്ല് എന്നാണ് എൻ്റെ ഒരു ഊഹത്തിൽ. എന്തായാലും ഞാൻ കളി കഴിഞ്ഞിട്ട് പറയാം ഇത് പുല്ലാണോ അതോ വേറെ എന്തെങ്കിലും ആണോ. ഇപ്പം 88 ഞാൻ തപ്പണേ. 88 കാണാത്തതിനാൽ ഞാൻ 85 ഒതുക്കുന്നു. ഇങ്കാണ് 64 ഇതാ. ഞാൻ ഓൾക്ക് കൊടുത്ത നമ്പർ 85. ഇപ്പം 85 തന്നെ നിൽക്കട്ടെ. ഇത് ഫസ്റ്റ് വന്ന കളിയൊക്കെ നമുക്ക് ഫൈനത്തെ നമ്പർ പറഞ്ഞിട്ടുണ്ടേനോ. ഞാൻ അങ്ങനെ തന്നെ വന്നൂടെ. ഇവർ ഇടയ്ക്കിടയ്ക്ക് മാറുന്നേ. അവിടെ ഇനി ഒരു കളിക്കുന്നവർക്കൊന്നും കളിക്കാൻ കഴിയണില്ല. എന്താ ഞാൻ ലെജൻഡ് ആയതുകൊണ്ടാ. ഇനി ഓള് നിൽക്കണം. സെഹ്റാൻ ഈ സ്പീക്കിംഗ് എ നമ്പർ. എടാ സെഹ്റാനെ, ഞാൻ പറഞ്ഞാൽ 5 കളി കളിച്ചിട്ടുള്ളൂ. ആ 5 കളിയും ജയിച്ച് വരികയാണ്. മീൻസ് 5 കളി സ്ട്രീക്കാണ്. 5 സ്ട്രീക്കാണ്. ആ സ്ട്രീക്ക് ഇതുവരെയായിട്ട് ആർക്കും പോക്കാൻ പറ്റിയില്ല. അപ്പോൾ നിനക്കെങ്കിലും പോകാൻ കഴിയുമോ? ഇല്ല. 58 കണ്ടെത്തി കൂട്ടാ. കുറച്ച് സ്പീഡൊക്കെ വേണം. അടാ പിടിച്ച് കിട്ടൂലടി. ഇത് എനിക്ക് വേണം ഈ വിന്നെങ്കിലും പ്ലീസ്. 25 ബിസി 8 പോട്ടെ പുല്ല് പോട്ടതെന്താ. ഇതെങ്കിലും ആവണം. ഇതെങ്കിലും ആയാലേ കാര്യമുള്ളൂ. ആ ടച്ചാവണില്ല. ആടോ ഒരു 2 ക്ലിക്ക് അത് എനിക്ക് കേൾക്കാനേ. പക്ഷേ ഇവള് സമയം പേടിച്ചു. ഇതെന്താ ഈസി ബിസി വിൻ 1. ഇനി അടുത്ത ആളായിട്ട് 6 കളി അടുപ്പിച്ച്. ഞാൻ 6 കളി കളിച്ചിട്ടുള്ളൂ. 6 കളി അടുപ്പിച്ച് ജയിച്ച് വരികയാണ്. മീൻസ് 6 സ്ട്രീക്ക് നമ്മളെല്ലാവരായിട്ടും പോയി ഡയലോഗ് വരും. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ 6 കളി അങ്ങനെ അടുപ്പിച്ച് ജയിച്ചതെന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ജയിക്കുമോ അപ്പോൾ ഇവളെങ്കിലും തോൽപ്പിക്കുമോ എന്നാണ് ഞാൻ ഈ ടെസ്റ്റ് ചെയ്യാൻ പോണേ. ഇവളെന്തായാലും കളിക്കണം ചേട്ടാ. അതുകൊണ്ട് ഞാൻ മെല്ലെ നോക്കിയേക്കണേ. പക്ഷേ 29 കാണാനുമില്ല. 29 ഇപ്പം ഞാൻ തപ്പണേ. ഇതാ ഇവൾക്ക് വെറുതെ ഇങ്ങനെ ഒരു നമ്പർ കൊടുത്താൽ മതി. കാരണം വെച്ചാൽ ഓള് കളിക്കണില്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ജയിക്കാൻ പോകട്ടോ. ഇന്നിട്ട് കളിക്കണ ഒരാളും പോലെ ജയിക്കൂല. കാരണം എന്താ പറയുക, ഐ എം ഈസ് പ്രോ. ഞാൻ പ്രൊഫഷണലാടാ. മനസ്സിലായ? ഇതൊക്കെ എന്ത് ഈഗോ കയറ്റിയാൽ പിന്നെ ജയിക്കാൻ നിൽക്കില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ബോം ചിപ്സ് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, അത് പോയി കണ്ടാൽ മനസ്സിലാവും ഈഗോ കയറ്റിയാൽ തോൽക്കൂല. കാരണം എന്താ വെച്ചാൽ ഞാൻ ബോം ചിപ്സിൽ ഓനൊരു 6 കളി അടുപ്പിച്ച് തോൽപ്പിച്ച്. ഒരു കളി ജയിച്ചാലും പോസ്റ്റിലൂടെ ഞാൻ പ്രോ പ്ലെയറാണെന്ന് പറഞ്ഞാണ്ട് പറഞ്ഞു. ഞാൻ വെറുതെ പോയിട്ടു. പക്ഷെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി കണ്ടാൽ മതി. കോസ്മോസ് ദി ഗെയിമർ യൂട്യൂബ് ചാനൽ. ഗൈസ് സ്ട്രീക്ക് അവിടെ ഓനൊക്കെ പൊട്ടോടെ ഇന്നിട്ട് പൊട്ടിയതാണ്. ഞാൻ കളിച്ചവരായിട്ട് കളിക്കണ്ട വെച്ചിട്ടാണ്. ഇവനായിട്ട് കളിച്ചോ ഇവിടെ ഇരിക്കാം. പേടിച്ച് പോവല്ല എല്ലാവരും. മഹേബിയ ഒരു സ്ട്രീക്കെങ്കിലും ഉണ്ടാ? ഒരു കളി പോലും ജയിക്കാതെ വരുന്നേ. ഞാൻ ഇങ്ങനത്തെ ഓപ്പോണൻസിനായിട്ടൊന്നും കളിക്കാറില്ല. ഇപ്പം ആരെ കിട്ടുക? അഡിറ്റ് ഗെയിമർ 00. ഇറ്റ്സ് മീ 7. അപ്പോൾ നമുക്ക് എന്തായാലും പറയട്ടെ. എന്താണ് ഇതാരാ പിന്നെ ആളില്ലേ? ഇതുമായിരുന്നല്ലോ. ശരിയാവല്ലോ. ഇനി അപ്പോൾ അടുത്ത ഒറ്റ ആൾക്കാർ ഇരിക്കണ സ്ഥലം ഇനി കണ്ടെത്തണം. ആ സ്ഥലം കണ്ടെത്താനും വേണ്ടി ഞാൻ കിടന്ന് കറങ്ങണേ.
ഹലോ മഹേബിയ, ഡു യു വോണ്ട് പ്ലേ വിത്ത് മീ? 8 സ്ട്രീക്കാ. മഹേബി എങ്ങോട്ട് വാ? ഓൻ്റെ ഇപ്പോൾ കളിച്ചാലോ? കളിച്ചണില്ല അവിടെ. ബാബാ 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 ഇത് ഇരിക്കിൻ്റെ ചെങ്ങായേ. ഞാൻ ഉണ്ടന്നേറ്റ് അവിടെ ആളിൽ എനിക്ക് 8 സ്ട്രീക്കുണ്ട്. ഞാൻ 7 സ്ട്രീക്കുണ്ട്. കളി ഹരാവണമെങ്കിൽ അത് വേണം. എനിക്കിവിടെ ഇരിക്കാൻ കഴിയണില്ല. അവിടെ ഒരാൾ. എനിക്ക് മഹേബിയനായിട്ട് കളിക്കണം. എന്നാൽ ഇബളായിട്ട് കളിക്കട്ടെ. എന്തായാലും കഴിയണില്ല. ഓളും പേടിച്ചു പോയി. അങ്ങനെ എല്ലാവരും പേടിച്ച് പോവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക? ഞാൻ ഇത്രക്കും പ്ലെയറായി 7 കളി അടുപ്പിച്ച് ജയിച്ച് വരികയാണ്. ആകെ 7 കളിയെ കളിച്ചിട്ടുള്ളൂ. അത് നമുക്ക് മാത്രം പറയാനുള്ളൂ. 7 കളിയെ കളിച്ചിട്ടുള്ളൂ. 7 കളിയും അടുപ്പിച്ച് ജയിച്ച് വരികയാണെങ്കിൽ എൻ്റെ ഓറ അത് വേറെ തന്നെ കേട്ടോ. 98 കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇത് മറ്റേ കളിയായതുകൊണ്ട് ഭയങ്കര സുഖമാണ്. ഇപ്പോഴും ഒരു കോൾ നമ്മൾ എളുപ്പം ഒരു വലിയ പണിയുള്ള തരും. നമ്മളങ്ങനെ ആദ്യമായിട്ട് പൊട്ടാൻ പോവാണ് കോൾ മഹല്ലൈനായിട്ട്. കോൾ മഹല്ലൈ ഈ ഫാനാണ്. കോൾ മഹല്ലൈൻ്റെ ഫാനാണ്. ഓളായിട്ട് നമ്മൾ ആദ്യമായിട്ട് തോൽക്കാൻ പോവാണ്. നമ്മൾ നമ്പർക്ക് നോക്കി നോക്കട്ടെ. 69, 58, 44, 79, 69 ഒക്കെ നോക്കി ചെയ്യണം. പക്ഷേ 79 നോക്കിയില്ല, കണ്ടിട്ടുമില്ല. ഓള് കളിക്കണമില്ല. അതുകൊണ്ട് ഞാൻ മെല്ലെ കളി തുടങ്ങി. 79, 71, 72, 73, 79. പോടാ എന്നാ എൻ്റെ വക. 88 ഇല്ലാത്തതുകൊണ്ട് 87 പിടിച്ചിക്കണേ. സ്പീഡൊക്കെ പിടിച്ച്. നമ്മൾ കുറച്ച് സ്പീഡിൽ എല്ലാം ചെയ്യണ്ടടാ. നമ്മൾ കുറച്ച് സ്പീഡിലാണ് നമ്പർ കണ്ടെത്തുന്നത്. പക്ഷെ നമ്പർ പിക്ക് ചെയ്യാൻ നല്ല നേരം വൈകുന്നുണ്ട്. 90 ഇരിക്കട്ടെ. നമ്മൾ ഇങ്ങനെ 3 കോളം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഓള് പിടിക്കൂട്ടോ. കാരണം എന്താ വെച്ചാൽ എല്ലാ പ്രാവശ്യവും ഒരു 2 കോളം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് മിസ് 2 ക്ലിക്കും കൂടി നോക്കിയാൽ അടുത്ത കോൾ ഫിനിഷ് ആകും. 577 പിടിച്ചു. ഇത്രക്ക് സുഖമായിട്ടൊക്കെ തരല് എന്നാൽ പിടി. അതും ഭയങ്കര സുഖമായിട്ടായി. ആ 77 അടുത്ത് തന്നെ പോയി വെച്ചെടുത്തുക്കണേ ഞാൻ. അടുത്തു ഇനി ഒരു കോളം കൂടി മതിട്ടാ. അടുത്ത കളി ഇതെന്ത് നിൽക്കും വേണ്ടി ഉണ്ടാക്കി വെച്ച ഗെയിമാണ്. നിങ്ങൾക്ക് ഡൗട്ട്. ഏറ്റവും 3 സ്ട്രീക്ക് ഇവിടെ 8 സ്ട്രീക്കായിട്ട് നിൽക്കുകയാണ്. ഈസി വിൻ. 8 സ്ട്രീക്ക് vs 8 സ്ട്രീക്ക് എന്താ മുട്ടാണ്ട് ജി അവിടെ. ഈ കോൾ മഹല്ലയാണ്. ബേബി ഇവിടെ ഇതൊക്കെ കളിക്കാം. ഇവിടെയൊക്കെ പിന്നെയും കുഴപ്പമില്ല. കളിച്ചോരായിട്ട് കളിക്കണം എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാട്ടോ. അല്ലെങ്കിൽ ഞാൻ ഹാർഡ് മോഡ് കളിച്ചതിനു. അവിടെ ഇവൻ ഇവിടെ കളിക്കണില്ല എന്നാണ് എൻ്റെ മനസ്സറിയണേ. എൻ്റെ ഇടയിൽ എനിക്കിരിക്കാൻ കഴിയൂലേ? എനിക്ക് കളിക്കണം ഒരു ഹാർഡ് മോഡിൽ. പക്ഷേ ഈ സമയം നമുക്കൊന്ന് ഓബി ചെയ്ത് നോക്കാം. ഇതൊക്കെ എന്ത് നമ്മൾ 10 സ്റ്റഡ് എത്തിയിട്ടുണ്ടെങ്കിൽ 11 സ്റ്റഡ് എത്തിയിട്ടുണ്ടെങ്കിൽ 12 നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ 13ക്ക് ചാടി. പക്ഷെ അത് കഴിയൂല കേട്ടോ. റിവാർഡ്സിൽ ക്ലൈം ചെയ്യാനായിട്ടൊന്നും ഇല്ലടാ. ആരെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കണ്ട. ഇവന് ഇവിടെ കളിച്ചിട്ടുണ്ട് ആരേറ്റോ. എന്താ കണ്ടോളി, കളി കണ്ടോളി. വെറുതെ അല്ല, ഇപ്പം ഇവിടെ കളിച്ചോണ്ട് നിൽക്കുകയാണ് മെല്ലെ മെല്ലെ ഉണ്ടല്ല. പിന്നെ കളി കാണട്ടെ ഗൈസ്. ഇവനെ പിടിച്ച് അപ്പുറത്ത് വേറെ ആരും ഇരിക്കണില്ല കേട്ടോ. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവിടെ ഇട്ടിട്ടുണ്ട്. അല്ല കേട്ടാ ആരാ അസ്ഥിക്കൂടെ വന്നിട്ട് ഒന്നുമില്ല. ഇവനായിട്ട് ഞാൻ കളിക്കും. അവിടെ പ്ലീസ് എനിക്കൊരാളായിട്ട് കളിക്കണം. അവിടെ ആടിയിട്ട് ഗെയിമറോ ചത്തെടുക്കുന്നത് ഗൈസ്. പിക്സൽ അവിടെ ഒരാൾക്ക് ഇരുന്നൂടെ. ഞാൻ എന്തായാലും ഇവിടെ ഇരുന്നു. ഞാൻ 8 കളി അടുപ്പിച്ച് ജയിച്ച് വരികയാണ്. പക്ഷേ ഇത് കുറച്ച് ടാസ്ക് ആട്ടോ. ബേബി ഡോൾ വിക്ക് ചെയ്യാണ്. ബേബി ഡോൾ ജയിച്ചിട്ടില്ല. ഇതായിട്ട് പ്രഖ്യാപിച്ചൂടെ? നീ ഇവളായിട്ട് കളിക്കുക. ഓൾ 2 കളി അടുപ്പിച്ച് ജയിച്ചു. പക്ഷേ ഞാൻ 8 കളി അടുപ്പിച്ച് ജയിച്ചു. ഞാൻ 8 കളിയെ കളിച്ചിട്ടുള്ളൂ. 8 കളിയും ജയിച്ചിക്കണ്. ഇത് കുറച്ച് സുഖമായി പോയിട്ടാ. 88 ഉണ്ടോ? പിടി. അതിന് മുമ്പ് തന്നെ ഞാൻ എല്ലാം തീർക്കട്ടെ. ജസ്റ്റ് അത് കുറച്ച് പണിയാവേ. എത്ര 30
ഉപ്പ് തപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് കാണണ്ട, പക്ഷെ എനിക്ക് കാണുന്നില്ല. ഓള് ജയിച്ച്. ഞാൻ വെറുതെ അടിച്ചുകൊണ്ട് നിൽക്കുക കേട്ടാ. തേട്ടി കാണുന്നില്ലടാ. ഇവിടെ നിൽക്കണേലിട്ടുണ്ടെങ്കിൽ ലാഭമല്ലോ. നിൽക്കണേ കിട്ടി. എടാ ഇതെന്ത് കളിയാണ്? അത്രക്കൂൾ അപ്പോത്തിനിട്ട്. ഇപ്പോൾ പിടിക്കും. അതിന് മുമ്പ് എടാ ഹാർഡ് മോഡ് കുറച്ച് പണി ഉണ്ട്. നമ്മൾ ആദ്യമായിട്ട് തോൽക്കാൻ പോവാണ്. നിന്റെ മനസ്സിങ്ങനെ പറയണേ. പിടിച്ച് എടാ പിടിച്ച് 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 പേടിയാണ്. വേണ്ടില്ല ഈ ഹാർഡ് മോഡ്. പെട്ടുപോയി ഈ ഹാർഡ് മോഡിൽ. 6 7 എടാ ആദ്യമായിട്ട് തോൽക്കല്ലടാ. തോൽക്കല്ലേ. 6 കാണില്ല. എടാ 6 വിടറാ. ആദ്യമായിട്ട് തോറ്റടാ. 8 റോബക്സ് കൊടുക്കണം എൻ്റെ വിൻ സ്ട്രീക്ക്. എനിക്ക് ഇവളായിട്ട് എന്നെ കളിച്ച് ജയിക്കണം. ഇറ്റ്സ് റിവെഞ്ച്. ആ പെണ്ണാണ് ഈ കളിച്ച് ജയിക്കടി. അടാ എൻ്റെ 8 സ്ട്രീക്കടാ പോയത്. എൻ്റെ 8 സ്ട്രീക്ക് പോയടാ. നല്ല വിഷമമുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രക്കും വിഷമമുണ്ട്. പോയി പുള്ളി പണ്ടാരം. ഈ വിഷമം ഞാൻ അടുത്ത ആളായിട്ട് കളിച്ച് തീർക്കാൻ പോവാണ്. ഒരാളിരിക്കണ്ട കേട്ടോ. ഇൻവിസിബിളാ. ജയിച്ചില്ലേ? സ്ട്രീക്ക് ആയില്ലേ? ഇനി ഇവളോടൊന്ന് എണീക്കാൻ പറയും. ഞാൻ ഇരിക്കാൻ പോവാ. ഇവിടെ ഒരാൾ ഞാനാ. ഇരിക്ക് ചങ്ങായി. ബങ്ക് വട്ടാണ്. എന്നാൽ ഇവളായിട്ട് ഇരിക്കട്ടെ. അവിടെ ഇരിക്കടാ. ഇവിടെ വേറെ ആളുണ്ടല്ലേ. ഇൻവിസിബിൾ അല്ലേ? കാറാ വീടിന് ലെങ്ത്ത് കൂടുന്നുണ്ട്. നമ്മളെന്തായാലും 8 കളി 9 കളി കളിച്ചു. 1 കളി തോറ്റു. ബാക്കി എല്ലാ കളിയും 10 കളിയാക്കിയാലോ വിചാരിച്ചിരിക്കുകയാണ്. 10 കളിയാക്കാം. 10 കളിയാക്കാൻ ഇനി ഇവരൊന്ന് ചാടേണ്ട പുല്ല്. അങ്ങനെയുണ്ട് വൈബല്ലേ. നമ്മളെ എയറിൽ ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. ജിങ്കിൾ ബാങ്സ് ജിങ്കിൾ ബാങ്സ് ജിങ്കിൾ ബാങ്സ്. അതുപോലെ ആടാ ഇൻവിസിബിൾ ആളാണിത്. ഇത്രക്ക് കളിക്കണേ. ഇൻവിസിബിൾ ആൾ ജയിച്ചിട്ടാ. ജയിച്ചു. ഇനിയെങ്കിലും നിന്നെ നിലത്ത് കിട്ടൂടെ? അയ്യോ അപ്പം എന്നെ നിലത്ത് കിട്ട്. ഒരു 10 കളിയാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ വന്നിരുന്നു. ഇൻവിസിബിൾ ആൾ അഡിക്റ്റ് ഗെയിമർ. അഡിക്റ്റ് ഗെയിമർ വിശ്വാസമാണില്ല. 84 സുഖമായിട്ട് ഞാൻ കണ്ടെത്തും. ഞാൻ പിടിച്ചു. നമുക്ക് 88. എൻ്റെ ഫേവറേറ്റ് നമ്പറും കൂടി ആയിട്ട് 88 10. 88 10 എൻ്റെ ഫേവറേറ്റ്. ഞാൻ അങ്ങനെ ഒരു കോളം മൊത്തം ഫുള്ളാക്കിയിട്ടുണ്ട്. എത്ര 98 ഇതിൽ ഞാൻ കാണും പോലില്ല. നടുവിന് തന്നെ കൊടുത്തുങ്ങനെ. ഈസി ആയിക്കോട്ടെ വിചാരിച്ച് നടുവ് തന്നെ കൊടുത്തുപോയി. എത്ര 85. ഡബിൾ ഭയങ്കര സ്പീഡായിട്ട് അഡിക്റ്റ് ഗെയിമർ ഹാക്കറാണ്. 10 കളി കളിച്ച് തോൽക്കുകയാണെങ്കിൽ പിന്നെ 85 ഇത് ഇല്ലാത്ത നമ്പറാട്ടോ. 37 കൊടുത്തുക്കണ്. 2 കോളം ഇപ്പോൾ ഫിനിഷ് ആക്കിയല്ലോ. നല്ല സ്പീഡ് ആക്കണമുണ്ട്. പക്ഷെ കയ്യുണ്ട്. 74 ഊടറാ. 12. 3 കോളം 3 കോളം കംപ്ലീറ്റ് ആക്കിയല്ലോ ഇപ്പോഴും. എത്ര 99 ഞാൻ കണ്ട 43. അടുത്ത കോളെങ്കിലും ഫിനിഷ് ആക്കാൻ സമയത്ത് എല്ലാ പ്രാവശ്യം തന്നെ ശരിയാവുക. 36. കുറച്ച് പണിയുള്ളത് അപ്പട്ടെ. ഓൻ തന്നെൻ്റെ ഒട്ടെടുത്തായിട്ടില്ല എന്നെ. അതും പിടിച്ചിപ്പോൾ കുറച്ച് സീനാട്ടാ. ഇതാടാ അതന്നെ ഞാൻ എപ്പോഴും നോക്കിയതാടാ. എടാ ഓനക്കൊരു 3 ക്ലിക്ക് ചെയ്താൽ ജയിക്കും. എനിക്കൊരു ലോഡുണ്ട്. ഇതൊരു പണി തന്നെ കൊടുക്കണം ഗൈസ്. തോറ്റി ജയിച്ച് ഓൻ ജയിച്ചു ഗൈസ്. 10 കളി കളിച്ചു. ആ 10 കളിയിൽ നിന്ന് 8 കളി ജയിച്ചിട്ട് അവസാന 2 കളികളിൽ നമുക്ക് തോൽക്കേണ്ടി വന്നു. കുഴപ്പമില്ല. അയമൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ പോവാണ് ഗൈസ്. ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യട്ടെ. അതിന് മുമ്പ് തന്നെ എന്തായാലും അത് വേണ്ട. നമുക്ക് ഒരു കളിയും കൂടി കളിച്ചാൽ ഞാൻ അന്യനായിട്ട് 11 കളിയാക്കാം. ജയിക്കണേ.
കാക്കണേ ആമീൻ. നമുക്ക് പേടിയുണ്ട് ഗൈസ്. 11 കളിയിൽ നിന്ന് 75 ഞാൻ ഇപ്പോഴാണ് നോക്കാൻ തുടങ്ങുന്നത്. ഞങ്ങൾക്കുള്ള പണി പറഞ്ഞാൽ എൻ്റെ സ്വന്തം 88 ആയിക്കോട്ടെ. പെട്ടെന്ന് നോക്കിക്കോട്ടാ. നമുക്ക് അതും കൂടി ആ ഒരു കോളം ഫിനിഷ് ആക്കാനേ. മുകളിൽ കളിക്കണ്ടല്ലേ താത്ത. എത്ര 14? 14 ഇതിലില്ലടാ. ഇത് നോക്കി നിങ്ങൾ തന്നെ കാണിച്ചൊന്നും വേണ്ട. ഒരു കോളം ഫിനിഷ് ആക്കാൻ അറിയാണ്ടെങ്കിൽ 2ാമത്തെ കോളം ഫിനിഷ് ആക്കാൻ നിങ്ങൾക്ക് അറിയാം. പക്ഷെ ടൈം വരണം. 31 ഞാൻ ഇതിൽ 3 കണ്ടുകണോ? 53 കണ്ടുകണം. അപ്പം 31 3 കണ്ടുകണ്. 31 ഇതില്ലടാ. കിട്ടി. അതിൻ്റെ അടുത്തുള്ള നമ്പറാണ് നമ്മൾ കൊടുത്തുക്കണേ. 17. അടാ പിടിച്ച്. എത്ര? 93. ഞാൻ കണ്ടെത്തും. ഞാൻ എവിടെ കണ്ടാണ്? 93 എവിടെ കണ്ടാടാ? പിന്നെയും പോയി കഴിക്കുന്നത്. അടാ 90 അതാ. 94 വരെ ഞാൻ കണ്ടെത്തി. പക്ഷെ 91 16 എത്രയോ കണ്ടെത്തുന്നുണ്ട്. പക്ഷെ 93 അതിലില്ല. ഞാൻ 93 ഇല്ല. ഹാക്കർ ഞാൻ ഉറപ്പിച്ചിട്ടില്ല. ഞാൻ എന്ത് പറഞ്ഞാലും ഹാക്കറാണ് പറയേണ്ടത്. അടി ഗെയിമർ ഹാക്കറാണ് എനിക്ക് ഉറപ്പാണ്. 3 കോളം ഫിനിഷാക്കി ഞാൻ അറിയാണ്ടെങ്കിൽ ബാക്കി കോളം എനിക്ക് ഫിനിഷാക്കാൻ അറിയില്ല. എത്രയാണ്? 21. എടാ ഓള് ജയിച്ചടാ. നോക്കോളി പോണ പോക്കൊക്കെ ഞാൻ ഇഷ്ടമുള്ളടത്തൊക്കെ ഇടട്ടെ. നോക്കിയാക്കട്ടെ. 29 9 18 62 35 68 98 65 ഞാൻ കണ്ട്. 65 ഒരു കണ്ണിൽ പിടിച്ചില്ല. പിടിച്ച് 59 കൊടുത്താണ്. അതിനടുത്തുള്ള നമ്മൾ കൊടുക്കും. നമ്മൾ നല്ല വെക്കണ 98 ഇതാ ഒക്കെ നമ്മൾ കണ്ടാണ് മോളെ. ഇപ്പോൾ ഓൾക്ക് ഞാൻ ഒരു ക്ലൂ കൊടുത്തുക്കണം. ഓൾ തരുന്നതിൻ്റെ അടുത്തുള്ള നമ്പറാണ് ഞാൻ കൊടുക്കണമെന്നുള്ള ഒരു ക്ലൂ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇറ്റ്സ് വെൽ ഡൺ. 2-2. ഇപ്പോൾ അതിൻ്റെ അടുത്ത് തപ്പിക്കോട്ടെ. നമുക്ക് ഈ നേരം അപ്പോൾ തന്നെ ഫിനിഷ് ആക്കട്ടെ. നമ്മൾ ഒരു മൂല കുറച്ച് ദൂരത്തുള്ള തന്നെ കേട്ടോ കൊടുത്തേക്കണേ. അവസാന കളി എനിക്ക് ജയിക്കാൻ പറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് വെച്ച് ഞാൻ ആരാന്ന് കംബാക്ക് അടിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോണേ.